students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 13th lecture on Goods and Services Tax. This lecture is based on models of GST, which is the second module in the subject Goods and Services Tax for semester 6 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about Australian model, and in this lecture we are going to continue with the same topic, that is Australian model. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓസ്ട്രേലിയൻ മോഡലിൽ GST രജിസ്ട്രേഷൻ വരെ ഡിസ്കസ് ചെയ്തു. ഈ ലെക്ചറിൽ നമ്മൾ ഓസ്ട്രേലിയൻ മോഡലിൻ്റെ ബാലൻസ് പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GST rates. In Australian model, there is a flat rate of 10% for GST. Australian മോഡലിൽ GSTയുടെ റേറ്റ് 10% ആണ്, ആൻഡ് ഇറ്റ് ഇസ് റിക്വയർഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻവോയ്സ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്. പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഇൻവോയ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. GST on low value physical goods. In case of merchants based outside Australia, there is no need to collect tax for physical goods sold to customers in Australia less than or equal to Australian dollars 1000. അതായത് മെർച്ചൻസ് ബേസ്ഡ് ഔട്ട്സൈഡ് ഓസ്ട്രേലിയ, അതായത് ഓസ്ട്രേലിയക്ക് പുറത്തുള്ള മെർച്ചൻസ് ഓസ്ട്രേലിയയിലുള്ള കസ്റ്റമേഴ്സിന് ഫിസിക്കൽ ഗുഡ്സിൻ്റെ സെയിൽ നടത്തുന്നു. ആൻഡ് ഈ ഫിസിക്കൽ ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് 1000 അല്ലെങ്കിൽ അതിൽ കുറവോ ആണ് എങ്കിൽ ആ കേസിൽ ഈ പറഞ്ഞ മെർച്ചൻസിന് ടാക്സ് കളക്ട് ചെയ്യേണ്ടതില്ല. Goods imported in a consignment over Australian dollars 1000, any GST, customs duty and clearance charges will be charged under existing processes. അതായത് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് 1000-നേക്കാളും കൂടുതൽ വാല്യൂ ഉള്ള ഗുഡ്സ് ഒരു കൺസൈൻമെൻറ്റിൽ ഇമ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ ആ കേസിൽ GST, കസ്റ്റംസ് ഡ്യൂട്ടി, ക്ലിയറൻസ് ചാർജസ് ഇതെല്ലാം എക്സിസ്റ്റിംഗ് പ്രോസസ്സ് പ്രകാരം ചാർജ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് GST ഓൺ ഡിജിറ്റൽ ഗുഡ്സ്. Merchants selling digital services or goods from outside Australia to Australian customers will have to collect GST from their customers. അതായത് മെർച്ചൻസ് ഡിജിറ്റൽ സർവീസസും ഗുഡ്സും ഓസ്ട്രേലിയൻ കസ്റ്റമേഴ്സിന് ഫ്രം ഔട്ട്സൈഡ് ഓസ്ട്രേലിയ സെല്ല് ചെയ്യുകയാണ് എങ്കിൽ ഈ മെർച്ചൻസ് അവരുടെ കസ്റ്റമേഴ്സിൽ നിന്നും GST കളക്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഇസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. A merchant registered outside Australia is selling products or services to a business customer in Australia, then tax will not be applied. അതായത് ഓസ്ട്രേലിയക്ക് പുറത്ത് ഔട്ട്സൈഡ് ഓസ്ട്രേലിയ രജിസ്റ്റർ ചെയ്ത ഒരു മെർച്ചൻറ്റ് ഓസ്ട്രേലിയയിലെ ഒരു ബിസിനസ് കസ്റ്റമറിന് പ്രോഡക്ട്സും സർവീസസും സെയിൽ നടത്തുകയാണ് എങ്കിൽ ആ ഒരു കേസിൽ ടാക്സ് വിൽ നോട്ട് ബി അപ്ലൈഡ്. ഇറ്റ് മീൻസ് ദാറ്റ് ഈ ഒരു കേസിൽ ടാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ അഡീഷൻ ടു ദിസ് ദ ഫോളോയിങ് കണ്ടീഷൻസ് നീഡ് ടു ബി സാറ്റിസ്ഫൈഡ്. നമ്മളിപ്പോൾ പറഞ്ഞ് ടാക്സ് അപ്ലൈ ചെയ്യാത്ത കേസിൽ ഇനി പറയുന്ന കണ്ടീഷൻസ് കൂടി ഫുൾഫില്ല് ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ ഇസ് ഹാവ് കോൺഫിഗേർഡ് ഓസ്ട്രേലിയ ഇൻ യുവർ ലിസ്റ്റ് ഓഫ് ടാക്സബിൾ കൺട്രീസ്. അതായത് ടാക്സബിൾ കൺട്രീസിൻ്റെ ലിസ്റ്റിൽ ഓസ്ട്രേലിയ കോൺഫിഗർ ചെയ്തിരിക്കണം. നമ്മൾ ഇവിടെ പറഞ്ഞ ഓസ്ട്രേലിയക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തതും ഓസ്ട്രേലിയയിലെ ബിസിനസ് കസ്റ്റമേഴ്സിന് ഗുഡ്സും സർവീസസും സെയിൽ നടത്തുന്നതുമായ മെർച്ചൻറ്റ് ടാക്സബിൾ കൺട്രീസിൻ്റെ ലിസ്റ്റിൽ ഓസ്ട്രേലിയ കോൺഫിഗർ ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ ഇസ് കസ്റ്റമർ ഹാസ് പ്രൊവൈഡഡ് എ വാലിഡ് ABN നമ്പർ. കസ്റ്റമർ ഒരു വാലിഡ് ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. തേർഡ് വൺ ഇസ് കസ്റ്റമർ ഹാസ് ചെക്ക് ദ രജിസ്റ്റേർഡ് ഫോർ GST ഓപ്ഷൻ. GST ഓപ്ഷനായിട്ട് ദ കസ്റ്റമർ ഹാസ് ചെക്ക് ദ രജിസ്റ്റേർഡ് എൽസ് ടാക്സ് വിൽ ബി അപ്ലൈഡ്. ഈ കണ്ടീഷൻസ് കൂടി ഫുൾഫിൽ ചെയ്തില്ല എങ്കിൽ ടാക്സ് അപ്ലൈ ചെയ്യും. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഓസ്ട്രേലിയൻ മോഡൽ ഓഫ് GST. താങ്ക് യു.